ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ കുറെ ദിവസമായി നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പം കഴിഞ്ഞ ദിവസം 2-3 കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോന്ന്. അത് മാത്രമല്ല, കമ്മ്യൂണിറ്റി പോസ്റ്റില് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നീറ്റിലെ ഇനിഷ്യൽ പീരീഡിൽ വേണ്ട പ്രിപ്പറേഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന്. സോ ഈ ഒരു ടൈം എന്ന് പറയുന്ന റൈറ്റ് ടൈം ആണ്. അപ്പൊ മോസ്റ്റ്ലി എല്ലാവരും നീറ്റ് 2025 വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ചിലര് സെൽഫ് സ്റ്റഡി ആയിരിക്കും, ചിലര് ഓൺലൈൻ ആയിരിക്കും, ചിലര് ഓഫ്ലൈൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും ആ ഒരു പ്രിപ്പറേഷന്റെ മൂഡിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ എങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നതിനേക്കാളും എന്നെ സംബന്ധിച്ചോളം അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് കാണാം, എങ്ങനെ വേണമെങ്കിലും കാണാം, അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് മെയിൻ ആയിട്ട് പറയണം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. അതാദ്യം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് പുറത്തോട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതില്ലെങ്കിൽ നമുക്കത് പറ്റത്തില്ല. അപ്പൊ ഞാൻ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യണമെന്ന്, സെപ്പറേറ്റ് ആയിട്ട് 2 വീഡിയോ തന്നെ ചെയ്യണമെന്ന് ഓർക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. കാരണം നീറ്റ് 2025 വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പല കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല, പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല, ബ്രില്യന്റ്, അസൈലം പോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ കയറിയിട്ടുള്ള കുട്ടികളുടെ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ പല കുട്ടികളെ കാണുന്നുണ്ട്, നമ്മുടെ മാർക്ക് വരുന്നു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ലേ, ഞാൻ വീക്കാണ്, ആവറേജ് ആണ് എന്ന് തന്നെ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തിട്ട് ഒരു പ്ലേസിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ തന്നെ ഒരു വിശ്വാസം കൊടുക്കില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് എനിക്ക് അത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻകറേജ് ചെയ്യുന്ന പോലെ ആരും ഉണ്ടാവത്തില്ല. കാരണം അത് ഇപ്പൊ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ കുറച്ച് പേര് കാണും, പക്ഷെ പിന്നെ നമ്മുടെ ലൈഫിലോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ല. നിങ്ങൾ മാത്രം ഉണ്ടാവുന്ന ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ എല്ലാവരും എത്തിച്ചേരുന്നത്. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മുടെ നീറ്റ് എക്സാം. സോ നിങ്ങൾ ഇവിടുന്ന് തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത്, നിങ്ങളെ എൻകറേജ് ചെയ്തിട്ട് നിങ്ങളുടെ ഏറ്റവും ഒരു ബെസ്റ്റിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ തന്നെ ശ്രമിക്കണം. അല്ലാണ്ട് ഇവിടത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിലപ്പോൾ പല തോൽവികൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പഠിച്ചു, നാളെ മറന്നു, അങ്ങനെ എല്ലാം കൊണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ട് പോകുന്ന പല സ്റ്റേജുകൾ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നിങ്ങളെ തന്നെ എൻകറേജ് ചെയ്തിട്ട്, ഞാൻ വീക്കല്ല. കാരണം ചിലപ്പോൾ നിങ്ങളൊരു എക്സാം വരും, നിങ്ങൾ മാർക്ക് കുറയും, ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഞാൻ വീക്കാണേ എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങൾ. അല്ലെങ്കിൽ ചിലർ നിങ്ങളെ ഒരു മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഡള്ളായിട്ട് ഇരിക്കുന്നൊക്കെ വെച്ചിട്ട് നിങ്ങളെ പുറമേ നിന്ന് ജഡ്ജ് ചെയ്തിട്ട് പലതും പറയുകയൊക്കെ ചെയ്യും. അതൊന്നും നിങ്ങൾ കേൾക്കാൻ പോവാതെ നിങ്ങളുടെ മൈൻഡിനെ പറയണം, ഞാനാണ് ബെസ്റ്റ്, ഞാൻ ഈ ഒരു നീറ്റിന് ഞാൻ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് മേടിക്കും, നല്ലൊരു റാങ്ക് മേടിക്കും, ഞാൻ സ്വപ്നം കണ്ട ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ ഞാൻ കയറും എന്നുള്ളൊരു വാശി നിങ്ങളെ മനസ്സിൽ ഉണ്ടാവണം. അത് നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിൽ അത് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ മനസ്സ് വീക്കാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ചിലപ്പോൾ വീക്കാണെന്ന് പറയും, നിങ്ങൾ അത് കേൾക്കാതെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ 24 വർഷത്തെ എക്സ്പീരിയൻസിന് ഞാൻ പറയാണ്, നമ്മൾ ഓരോ വർഷം നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഒറ്റയ്ക്കായിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പല കഴിവുകളും ഉണ്ട്, അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പലരും കാണത്തില്ല. പക്ഷെ നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾ അത് ഇപ്പോഴേ നിങ്ങളെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളെ ലൈഫിൽ ഇന്ന് മാത്രമല്ല നാളെയും അത് നല്ലത് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെക്കുക. ഞാനാണ് ബെസ്റ്റ്, ഞാൻ ബെസ്റ്റ് ആയിട്ട് പഠിക്കും. ഇപ്പോഴത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ മൈൻഡ് ആക്കത്തില്ല. ഞാൻ ബെസ്റ്റ് ആയിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഒരു റാങ്ക് മേടിക്കുക തന്നെ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ കൊടുത്തോണ്ടിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ടാർഗറ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം നമ്മുടെ നീറ്റ് 720 മാർക്കിലാണ് നടക്കുന്നത്. ഈ 720 എനിക്ക് എത്ര മാർക്ക് വേണം എന്ന ഒരു ടാർഗറ്റ് നിങ്ങൾ വെക്കണം.
ഈ ടാർഗറ്റ് വെക്കുമ്പോഴേക്കും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം റിസർവേഷനും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ കാറ്റഗറിക്കും കിട്ടുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ജനറൽ കാറ്റഗറിക്ക് ഉണ്ടാകുന്ന കട്ട് ഓഫ് ആയിരിക്കണമെന്നില്ല ഒരു OBC സ്റ്റുഡന്റിന് വരുന്നത്. OBC സ്റ്റുഡന്റിന്റെ കട്ട് ഓഫ് ആയിരിക്കണമെന്നില്ല ഈ പറഞ്ഞ SC ST കാറ്റഗറി. അപ്പൊ അവർക്കൊക്കെ വേരിയേഷൻ വന്നോണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലെ ഈ ഇന്ന കാറ്റഗറിക്ക് ഉണ്ടായിരുന്ന കട്ട് ഓഫ് ഇത്രയല്ലേ, അപ്പൊ ഞാൻ ഈ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് ഞാൻ പഠിക്കാം. അതല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഈ കോളേജിൽ ഇത്ര കട്ട് ഓഫ് അല്ലേ പോയിട്ടുള്ളത്, അപ്പൊ ഞാൻ ഈ ഒരു മാർക്കിന് വേണ്ടി പഠിക്കാം. അത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം അങ്ങനെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യരുത്. കാരണം നീറ്റ് 2024ന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. 23യും 24ഉം നീറ്റിന്റെ മാർക്കും കട്ട് ഓഫ് എന്ന് പറയുന്ന നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഒരു അവസ്ഥ ഇനി വരുന്ന നീറ്റിൽ വരാതിരിക്കാനും അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇത്ര മാർക്ക് മതി, അല്ലെങ്കിൽ എനിക്ക് ഒരു 500 ഒക്കെ കിട്ടിയാൽ ഇന്ന കോളേജ് കിട്ടും, അപ്പൊ ഞാൻ ആ മാർക്കിന് പഠിക്കാം. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും ടോപ്പിലായിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ബയോളജി എടുത്തു കഴിഞ്ഞാൽ ബയോളജിയിൽ 360ല് 360 ഞാൻ മേടിക്കും, ഫുൾ മാർക്ക് അതിന് മേടിക്കുന്നു. കെമിസ്ട്രി ആണെങ്കിൽ 180ല് 170 മണ്ടയിലെ ഞാൻ മേടിക്കത്തുള്ളൂ. ഫിസിക്സിലാണെങ്കിൽ പോലും ഞാൻ 170 മണ്ടയിൽ മേടിക്കും എന്ന് നിങ്ങൾ ഒരു ടാർഗറ്റ് വെക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുമായിരിക്കും, അയ്യോ ഫിസിക്സ് എനിക്ക് കുറച്ച് പാടാണല്ലോ, എനിക്ക് ഫിസിക്സ് എനിക്ക് പറ്റത്തില്ല, അപ്പൊ പിന്നെ എങ്ങനെ 170? അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അത് എന്തോ ആവട്ടെ, നിങ്ങൾ ഫിസിക്സ് നിങ്ങൾക്ക് ഈസി ആവട്ടെ പാടാവട്ടെ എന്തോ ആവട്ടെ, നിങ്ങൾ അത് മൈൻഡിൽ വെക്കരുത്. അത് വെക്കാതെ നിങ്ങളെ ടാർഗറ്റ് ഇത്രയെന്ന് വെച്ച് തന്നെ പഠിക്കണം. ഇതിന്റെ ഇടയിൽ വരുന്ന പല നെഗറ്റീവ് തോട്ട്സും നിങ്ങൾ മൈൻഡ് ആക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഈ ഒരു ടാർഗറ്റ് തന്നെ നിങ്ങൾ വെച്ച് പഠിക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ എന്റെ കോളേജിലാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ അനാറ്റോമിയുടെ HOD സാറ് ഡോക്ടർ രാമകൃഷ്ണ സാർ എപ്പോഴും പറയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് പാസ് ആവണം, MBBS ഫസ്റ്റ് ഇയർ പാസ് ആവണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് MBBS പാസ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പാസ് ആവണമെന്നില്ല. നിങ്ങളൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടി പഠിച്ചാൽ നിങ്ങൾ എന്തായാലും പാസ് ആവും. അത് മാത്രമല്ല ഡിസ്റ്റിങ്ഷന് വേണ്ടി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടും. അതാണ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളോടും പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ടോപ്പ്, നമ്മൾ വേണ്ടൊരു മാർക്ക് എത്രയാണോ അതിൽ നിന്ന് കുറെ ടോപ്പായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. എനിക്ക് നിങ്ങളോട് ഇത്രയും കാര്യങ്ങളോട് പറയണമെന്ന് തോന്നി. ബിക്കോസ് ഒരു വീഡിയോയിൽ വന്നിട്ട് അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്ന് മാത്രം പറയുന്നത് കൊണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഫിസിക്കലി മെന്റലി നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ഈ ഒരു 1 ഇയർ ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കഴിവുള്ള കുട്ടികൾ തന്നെയായിരിക്കണം. അതിന് നമ്മൾ എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ എപ്പോഴും നല്ലൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ബേസിക്കലി കുറച്ച് കാര്യം എനിക്ക് നിങ്ങളോട് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ആക്കണം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ ഒരു ഭയങ്കര വെൽ ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാം. കാരണം അത് ഞാൻ എന്റെ നീറ്റിന്റെ പ്രിപ്പറേഷനിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തിന് വേണ്ടി ഒരു മാസത്തിന് അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. ഒരാഴ്ച ഓരോ ആഴ്ചയിലും നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കണം. ഇപ്പം എന്നോട് പണ്ട് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൈം ടേബിൾ ഒന്ന് പറഞ്ഞു തരാമെന്ന്. ബിക്കോസ് പക്ഷെ അത് പറയുന്നത് കൊണ്ട് ഒരു ലോജിക് ഇല്ല. കാരണം ഈ വീഡിയോ കാണാൻ ചിലർ പകല് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, രാത്രി പഠിക്കുന്നവരുണ്ടായിരിക്കും, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ടായിരിക്കും, ഓൺലൈൻ ഉണ്ടായിരിക്കും, ഓഫ്ലൈൻ ഉണ്ടായിരിക്കും, പല കാറ്റഗറിയിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. ഞാനൊരു ടൈം ടേബിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ലോജിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതല്ലാത്ത വശം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹോസ്റ്റലിൽ വരിക, ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഫ്രഷ് ആകാൻ വേണ്ടി കുറച്ച് സമയം, ഫുഡ് കഴിക്കാൻ, അലക്കാൻ, അങ്ങനെ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ പോകും. ഇപ്പൊ ഞാൻ ബ്രില്യന്റിലായിരുന്ന സമയത്ത് ഞാൻ ശാന്തി ഹോസ്റ്റലായിരുന്നു. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കും, അറ്റൻഡൻസ് എടുക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് സമയം പോകും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടൈം വെച്ചിട്ട് നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ സെൽഫ് സ്റ്റഡി ഒക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 3 സബ്ജക്റ്റിനും, അതായത് നമ്മുടെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഈ 3 സബ്ജക്റ്റിനും
സബ്ജക്റ്റിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെ സെറ്റ് ആക്കാൻ പാടുള്ളൂ നമ്മുടെ ഈ തുടക്ക സമയത്ത്. കാരണം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ബയോളജി ആയിരിക്കും, കുറച്ച് കെമിസ്ട്രി ആയിരിക്കും. ഈ കെമിസ്ട്രിയിൽ തന്നെ ചില ടോപ്പിക്സ് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യുമെന്ന് വെച്ചാൽ ഈസി ടോപ്പിക്സ് അല്ലേ, അത് കുറച്ച് നേരം പഠിക്കാം. പാടായിട്ടുള്ളത് പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് അങ്ങനെ കിടക്കത്തെ. ഫിസിക്സിനാണെങ്കിൽ പോലും ഫിസിക്സ് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ഇപ്പോഴേ എഴുതി വെക്കരുത്. കാരണം ഞാനത് ചെയ്തിട്ടുള്ളൊരു തെറ്റായിരുന്നു. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, ഫിസിക്സ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയിട്ടു. അവസാനം എനിക്ക് പിന്നെ ആ ഒരു സബ്ജക്റ്റിനോടേ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല, പിന്നെയും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്ക സമയത്ത് തന്നെ 3 സബ്ജക്റ്റിനും ഒരേ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ബ്രില്യന്റ് പോലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അഫ്കോഴ്സ് അവിടെ ഒരു വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. ആ വീക്ക്ലി എക്സാംസിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വെച്ചിരിക്കുന്നത്, ആ ടോപ്പിക്സ് എക്സാമിന് മുമ്പ് തീർക്കാൻ വേണ്ടി ആ 1 വീക്കിൽ നിങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാമിന് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടി അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂട്ടാനും നിങ്ങളെ സഹായിക്കും. അത് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഓഫ്ലൈനോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് കൊടുക്കുക. പക്ഷെ ആ ടോപ്പിക്സ് എന്ന് പറയുന്നത് 3 സബ്ജക്റ്റിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിരിക്കണം. അതാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈം ടേബിളിൽ ഇടയ്ക്കെങ്കിലും നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒരു സമയം നിങ്ങൾ മാറ്റി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം, അതായത് നീറ്റാണ്, നമ്മൾ 1 ഇയർ കലയുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നമുക്ക് ഫുൾ പഠിത്തം ഭയങ്കര എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം മെയിനായിട്ട് നമ്മുടെ പഠിത്തം തന്നെയാണ് ടോപ്പ് നിൽക്കുന്നത്. അതിൽ കുറച്ച് സമയമെങ്കിലും നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് വേണ്ടി, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് പാട്ട് കേൾക്കാനായിരുന്നു ഇഷ്ടം, അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ പാട്ട് കേട്ടോണ്ട് പഠിക്കും. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് പാട്ട് കേൾക്കാൻ വേണ്ടി കൊടുക്കും. അപ്പൊ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. പിന്നെ എനിക്ക് ഒരു ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ തന്നെ ഇരുന്ന് വർത്താനം പറയാൻ ഇഷ്ടമാണ്. ഞാൻ വെറുതെ ചിലപ്പോൾ വർത്താനം പറയാം. അപ്പൊ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ. അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ടൈം ടേബിൾ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാം. ഇനി 3ാമത്തെ ഒരു കാര്യം ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഇന്നിപ്പോ മൺഡേ ഞാൻ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി വെച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചു. ഇനി ട്യൂസ്ഡേ വരുമ്പോൾ ട്യൂസ്ഡേ കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ മൺഡേ പഠിച്ചതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ടോപ്പിക്സ് എങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങളെ ലോങ് ടൈം മെമ്മറി ഇംപ്രൂവ് ആവാൻ വേണ്ടി ഒത്തിരി സഹായിക്കും. അല്ലാണ്ട് ഇപ്പൊ ഇന്ന് പഠിച്ചു, ട്യൂസ്ഡേ പഠിച്ചു, വെനസ്ഡേ പഠിച്ചു ഇങ്ങനെ പോയാൽ ചിലപ്പോൾ അത് നിങ്ങൾ മറന്നുപോകും. അഫ്കോഴ്സ് മറന്നുപോകും, അത് നമ്മൾ മനുഷ്യരാണ്, എന്തായാലും നിങ്ങൾ മറന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അത് റിവൈസ് ചെയ്താൽ പിന്നെ അത് മറന്നു, അത് പൊക്കോട്ടെ. പക്ഷെ നിങ്ങൾ എന്നാലും ഈ ടൈം ടേബിളിൽ കുറച്ച് സമയം റിവൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. അത് നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ട് കൊടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ ഒന്ന് തൊട്ട് ഓടിച്ചു പോകാനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിൽ വെക്കാം, നമ്മൾ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഭയങ്കര പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയൊന്നും ഞാൻ ഉറപ്പ് തരുന്നില്ല. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഓരോ പോർഷൻസും കവർ ചെയ്ത് പോകാനും അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാക്കി പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം സെറ്റാക്കി നിങ്ങൾ പറയുകയാണ് ബയോളജിക്ക് ഞാനൊരു 3 അവർ കൊടുക്കുകയാണ് അല്ലെ. ഈ ഒരു ബയോളജിയിൽ 3 അവറിൽ നിങ്ങൾ ഇത്ര പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ റീനൽ സിസ്റ്റം അല്ലെങ്കിൽ വേണ്ട, തുടക്കത്തിൽ നമ്മൾ ആനിമൽ കിൻഡം എടുത്തിട്ട് ഞാൻ ഈ ഒരു 3 മണിക്കൂറിൽ കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ വിചാരിച്ച പോലെ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകില്ല. 3 മണിക്കൂറിന് മണ്ടയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഈ 3 മണിക്കൂർ കൊണ്ട് ഈ പോർഷൻ തീരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് ബയോളജി തീർക്കണമല്ലോ, എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് വായിക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് സമയം എടുത്തോ മീൻസ് ഇപ്പൊ ഈ 3 മണിക്കൂർ കൊണ്ട് ആ പറഞ്ഞ പോർഷൻ തീരുന്നില്ലെങ്കിൽ ആ എവിടെ വരെയാണ് പഠിച്ചത് അത് മതി, അത് കഴിഞ്ഞ് അടുത്ത പോർഷൻ നോക്കിക്കോ. അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ടും ഈ 3 മണിക്കൂറോ മണ്ടയിലെടുത്ത് ആ ഒരു പോർഷൻ പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ പോർഷൻ തീർക്കാൻ വേണ്ടി ജസ്റ്റ് പേരിന് 2-3 പേജ് വായിച്ച് തീർക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു ആർക്കും തന്നെ ഒരു പോർഷൻ വായിച്ചിട്ട് അത് നമുക്ക് നാളെയോ നാളത്തെ ഒന്നും ഓർമ്മ ഉണ്ടാവത്തില്ല.
പക്ഷേ ഈ ഓരോ തവണ നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആ ഒരു പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇനിഷ്യലായിട്ട് പഠിക്കണ സമയത്ത് അത്രയും നല്ല രീതിയിൽ തറവായിട്ട് വായിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ തുടക്കത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ കുറെ സമയം എടുത്തോ, ചിലപ്പോൾ ഈ പറഞ്ഞ ആനിമൽ കിങ്ഡം നിങ്ങൾ പഠിക്കുക ചിലപ്പോൾ 4 മണിക്കൂർ തുടക്കത്തിൽ എടുത്തു. രണ്ടാമത്തെ തവണ റിവൈസ് ചെയ്യുമ്പോഴേക്കും അതിന്റെ പകുതി സമയം മതി. മൂന്നാമത്തെ സമയം ആകുമ്പോഴേക്കും പിന്നെയും കുറയും. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു 1/2 മണിക്കൂർ പോലും നമുക്ക് വേണ്ടി വരത്തില്ല ആ പോർഷൻ തീർക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലാസ്റ്റേക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആ പോർഷൻ നമുക്ക് തീർക്കണമെങ്കിൽ തുടക്കത്തിൽ നമുക്ക് കുറച്ച് സമയം എടുത്ത് പഠിക്കണം. നിങ്ങൾ ഈ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മെയിൻ ആയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സിലും കെമിസ്ട്രിയിലാണെങ്കിൽ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് നമ്മൾക്ക് ചിലപ്പോൾ കുറേ സമയം എടുത്തിരിക്കും. അത് മൈൻഡ് ആക്കരുത്. അത് നമ്മൾ ഈസി ആക്കാൻ വേണ്ടി ചുമ്മാ പേരന്നെ പഠിച്ച് പോയി ഞാൻ ഇത് തീർത്ത് അത് തീർത്തെന്ന് ചുമ്മാ എണ്ണം തീർക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സ്ട്രോങ് ആക്കുക, നിങ്ങളെ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക. അതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ സമയത്ത്. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ബയോളജിയിലെ ഓരോ സെന്റൻസ്, ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങളുടെ മനസ്സിൽ ഒരു ലോങ് ടേം മെമ്മറി ആയിട്ട് അത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ ഈ തുടക്ക സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. തുടക്ക സമയത്തിൽ ഓരോ തീരും നല്ല തറവായിട്ട് വായിച്ച് പഠിക്കാൻ തന്നെ നിങ്ങൾ നോക്കുക. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചൂസിങ് റൈറ്റ് ബുക്സ്. അതെ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ് നമ്മൾ ഈ പഠിക്കാൻ കയറുന്ന ഒരു ആവേശം ഉണ്ടായിരിക്കുമല്ലോ, ആ തുടക്കത്തിൽ ആവേശത്തിൽ നമുക്ക് കിട്ടിയതും കേട്ടതും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറയുന്ന എല്ലാ ബുക്സും കൂടെ മേടിക്കും. നിങ്ങൾ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അഫ്കോഴ്സ് നോ ഡൗട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ NCERT ആണ്. ആ ഒരു ബുക്കാണ് നിങ്ങൾ ബയോളജിക്കും കെമിസ്ട്രിക്കും ഫിസിക്സിനുമായിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വേറെ ഏത് ബുക്സിന്റെ പുറകെ പോകാൻ പാടുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ MCQs ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ബുക്കും, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉള്ള ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉള്ളതിലല്ല, എത്ര ക്വാളിറ്റി ഉണ്ട് അതിലാണ് കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് പ്രാക്ടീസ്, അല്ലേ? പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളിപ്പോൾ 1 വീക്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് പഠിക്കണമെന്ന്, ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ്. നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ കിട്ടും. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ ബയോളജിയിൽ നിങ്ങളൊരു ആനിമൽ കിങ്ഡമാണ് ഫസ്റ്റ് പഠിച്ചത്. നിങ്ങൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നു. ഈ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി, ഈ കഴിഞ്ഞ ഇത്രയും നീറ്റില് ആനിമൽ കിങ്ഡത്തിൽ നിന്ന് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണല്ലേ വന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് കിട്ടുമ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത തവണ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ ടോപ്പിക്ക് വായിക്കൂല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ടോപ്പിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ നീറ്റിന് വന്നത്, അപ്പൊ ഈ ഏരിയ ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണല്ലേ, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ ഇങ്ങനെയാണല്ലേ പഠിക്കേണ്ടത്, ഇതിൽ ഈ ടേബിൾ ആണല്ലേ കുറച്ച് ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ കിട്ടും. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങളെ 2 രീതിയിൽ സഹായിക്കും. എങ്ങനെ? ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എത്രത്തോളം ആ ചാപ്റ്റർ പഠിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എത്രയാണ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. സോ ഇതും നിങ്ങൾ ഈ ടൈം ടേബിൾ സെറ്റ് ആക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും വീക്കെൻഡിലോ ഓരോ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അപ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിലെങ്കിലും നിങ്ങൾ കവർ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തതിനു ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെ,
ഈ അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് വന്ന് നമുക്ക് എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വഴി നമുക്ക് ഇനി ആ ഒരു ടോപ്പിക്കിന് എത്രത്തോളം നമ്മൾ സമയം കൊടുക്കണം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അത് മാത്രമല്ല, ഈ അനലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ അകത്ത് ഈ ഒരു ടോപ്പിക്ക് വായിച്ചപ്പോൾ മോസ്റ്റ്ലി ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ടോപ്പിക്ക് പിന്നീട് വായിക്കുമ്പോഴേക്കും നിങ്ങൾ നോക്കുക, ഇതേ മിസ്റ്റേക്കും കാര്യങ്ങളും ഞാൻ പിന്നെ വരുത്തുന്നുണ്ടോ എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതായത് ഈ പറഞ്ഞ തുടക്കത്തിലുള്ള മിസ്റ്റേക്സ് ഓരോ തവണ റിവൈസ് ചെയ്യുന്നതനുസരിച്ച് അത് മാറി വരുന്നുണ്ടോ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പം ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ബാക്കി കുറേ കാര്യങ്ങൾ നീറ്റ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഒരു നീറ്റിന്റെ പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ മെന്റൽ ഹെൽത്ത് എങ്ങനെ ഇരിക്കണം, അതുപോലെ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെ ഇരിക്കണം, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ഓവർകം ചെയ്യണം. അപ്പൊ ഞാൻ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. സമയവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഈ നീറ്റിന്റെ പ്രിപ്പറേഷനിൽ കുറെ ബുക്സ് വായിക്കുക, MCQs സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സെൽഫ് കോൺഫിഡൻസ്, പേഷ്യൻസ്, സാക്രിഫൈസ്, കൺസിസ്റ്റൻസി, സെൽഫ് മോട്ടിവേഷൻ. ഇത്രയും ഈ പറഞ്ഞ ടേംസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മുടെ നീറ്റിന്റെ പ്രിപ്പറേഷനിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ അതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരുന്ന പോലെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.